വിശ്വസിക്കാൻ പറ്റാത്ത ഒരുത്തനെ കൂടെ കൂട്ടിയെന്നേ ഞങ്ങൾ അറിഞ്ഞില്ല. എടാ ഞാൻ ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. എടാ ഗുഡ് ബൈ കെവിനെ. എടാ ബെല്ല പോവാം. അങ്ങനെ ഒഴിവായി പോയാൽ എല്ലാം തീരുമോ? എന്താണ് നിന്റെ ഉദ്ദേശം? ബെല്ല നീ ഒന്നിനെ മനസ്സിലാക്ക്. ഇല്ല, നിന്നെ മനസ്സിലാവുന്നില്ല. എല്ലാരും കൂടി എടുത്ത തീരുമാനം കൈവിട്ട് എല്ലാം ഒറ്റയ്ക്ക് പരസ്യമാക്കിയപ്പോ നിനക്ക് സമാധാനമായല്ലോ. നിന്നെ പോലെ മനസ്സിന് ഉറപ്പില്ലാത്ത ഒരുത്തിനെ രക്ഷിക്കാൻ നോക്കിയ ഞങ്ങളെ പറഞ്ഞാ മതി. ബെല്ല ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട. എടാ കെവിനെ, ഇനി ഇവൻ നിന്റെ കാര്യമായിരിക്കും വിളിച്ചു പറയാൻ പോകുന്നേ. നീയാണ് കൊല്ലാനും കുഴിച്ചു മൂടാനും ഒക്കെ സഹായിക്കാൻ വന്നതെന്ന് നിന്നെ ഒറ്റ കൊടുക്കും അവൻ. അയ്യോ ബെല്ല, അങ്ങനൊന്നും പറയാതെ. എനിക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ പേര് ഞാൻ പറയില്ല. ദേവിയുടെ അച്ഛൻ ആശുപത്രിയിലായത് എന്റെ ഭാഗത്തുനിന്നുണ്ടായൊരു വീഴ്ച കൊണ്ടാ. അതിനെക്കുറിച്ച് ചോദിക്കാൻ ദേവി വന്നു. ഞാനാകെ കുറ്റബോധത്തിലായിപ്പോയി. പിടിച്ചിരിക്കാൻ പറ്റിയില്ല. ഞാൻ എല്ലാം പറഞ്ഞുപോയി. ക്ഷമിക്കുമല്ല. ഇല്ല, വേണ്ട, ഇതിന് മാപ്പില്ല. നോക്ക്, നിനക്ക് വേണ്ടിയാ ഞങ്ങൾ കഷ്ടപ്പെട്ടത്. നീ കൊലപ്പെടുത്തിയ ഋഷിയെ അന്ന് നിനക്ക് വേണ്ടി ഇവനാ കുഴിച്ചു മൂടിയെ. ഞാനാണെങ്കിലോ ജീവിതത്തിൽ 100% സത്യസന്ധനായ എന്റെ പാപ്പനെ കൊണ്ട് കേസ് അന്വേഷണം അവസാനിപ്പിച്ചു. ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ഞങ്ങളുടെ പഴയ സുഹൃത്തിനെ ഒന്ന് രക്ഷിച്ചെടുക്കാൻ വേണ്ടി. എന്നിട്ടിപ്പോ ഒരുത്തനെ കൊന്നു തള്ളിയെന്ന് വിളിച്ചു പറഞ്ഞേക്കോ? പ്ലീസ് ബെല്ല, ഒന്ന് നിർത്ത്. എന്താ ബെല്ലയ്ക്ക് അത്രയും ഫീലുണ്ട്. നോക്ക്, നീ കാരണം ബെല്ല കേട്ട അപവാദങ്ങളെ കുറിച്ച് നിനക്കറിയോ? അന്ന് ആ റിസോർട്ടിൽ മോശമായിട്ടുള്ള ഒന്നും നടന്നില്ല. പക്ഷേ ഇസബെല്ല ചീത്ത പേര് കേട്ടു. സ്വന്തം ഭാവി നോക്കാതെയാ അവൾ നിനക്കൊപ്പം നിൽക്കുന്നത്. അവൾ മാത്രമല്ല, ഞാനും. എന്നിട്ട് ഇവന് നമ്മളോട് എന്തെങ്കിലും വിലയുണ്ടോ കെവിൻ? 24 മണിക്കൂറും ദേവി ദേവിന്ന് മന്ത്രം ജപിച്ചുകൊണ്ട് നടക്കുകയല്ലേ അവൻ. അവളാണെങ്കിലോ ഇവനെ കാല് മടക്കി അടിക്കും പോലെ ആയിരുന്നില്ലേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്ക്. എന്നിട്ട് ഇവൻ നാണമില്ലാതെ പുറകെ നടക്കുക. അവളെ കണ്ടപ്പോ ഇവന് കുറ്റബോധം വന്നെന്ന് പോലും. അല്ല പ്ലീസ് ബെല്ല, പ്ലീസ് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ. എപ്പോഴും എനിക്ക് സപ്പോർട്ട് ചെയ്തവളാ നീ. ആ ഒരു സ്നേഹം എനിക്ക് എപ്പോഴും നിന്നോടുണ്ട്. നീ ഇപ്പൊ എന്താടാ പറഞ്ഞേ? നീ എന്നോട് ചെയ്തതിനൊക്കെ തിരിച്ചങ്ങോട്ടൊരു സ്നേഹം എനിക്ക് നിന്നോടുണ്ടെന്ന്. സത്യം? സത്യം ബെല്ല, സത്യം.